ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസമായ മഹാഭാരതം അതിൻ്റെ പൂർണ്ണരൂപത്തിൽ ഒരു സീരീസായി ഇന്നു മുതൽ നമ്മൾ ആരംഭിക്കുകയാണ്. വ്യാസഭഗവാൻ രചിച്ച 1,00,000-ലധികം ശ്ലോകങ്ങളുള്ള ഈ മഹാകാവ്യം എവിടെ നിന്നാണ് തുടങ്ങുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? മഹാഭാരതത്തിലെ ഒന്നാമത്തെ പർവ്വമായ ആദിപർവം തുടങ്ങുന്നത് നൈമിഷാരണ്യം എന്ന പുണ്യഭൂമിയിൽ നിന്നാണ്. ഒരിക്കൽ ശൗനകാദി മഹർഷിമാർ നടത്തിയ യാഗഭൂമിയിലേക്ക് ഉഗ്രശ്രവസ് എന്ന സൂതൻ കടന്നുവന്നു. ജനമേജയ രാജാവ് നടത്തിയ സർപ്പസത്രത്തിൽ വെച്ച് വൈശമ്പായന മഹർഷി പറഞ്ഞുകേട്ട ആ മഹാത്ഭുത കഥ മഹർഷിമാർക്ക് മുന്നിൽ അദ്ദേഹം വിവരിക്കാൻ തുടങ്ങി. അതാണ് നാം ഇന്ന് കേൾക്കുന്ന മഹാഭാരതം. ഈ കഥയുടെ വേരുകൾ ചന്ദ്രവംശത്തിലാണ്. ചന്ദ്രനിൽ നിന്ന് തുടങ്ങി ബുധനും പുരൂരവസം വഴി രാജഋഷിയായ യദാതിയിൽ എത്തി നിൽക്കുന്നു. യദാതിയുടെ 5 പുത്രന്മാരിൽ ഏറ്റവും ഇളയവനായ പുരുവിലൂടെയാണ് പുരുവംശം വളരുന്നത്. ഈ വംശത്തിൽ പിറന്ന പ്രതാപിയായ രാജാവായിരുന്നു ഭരതൻ. ഭരതൻ ഭരിച്ച നാട് ഭാരതം എന്നും അദ്ദേഹത്തിൻ്റെ വംശം ഭാരതവംശം എന്നും അറിയപ്പെട്ടു. ഈ വംശത്തിലാണ് പിന്നീട് ശന്തനു മഹാരാജാവ് ജനിക്കുന്നത്. മഹാഭാരതം വെറുമൊരു കഥയല്ല, അത് ധർമ്മത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും പോരാട്ടമാണ്. അടുത്ത എപ്പിസോഡിൽ ശന്തനു മഹാരാജാവിൻ്റെയും ദേവിയുടെയും കഥയുമായി നമുക്ക് വീണ്ടും കാണാം.